അഹമ്മദാബാദിലെ വിമാനത്താവളവും ഇപ്പോൾ അരവിന്ദ് നിൽക്കുന്ന സ്പോട്ടും എന്ന് വെച്ചാൽ ഈ BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടവും തമ്മിൽ എത്ര അകലമുണ്ട് എന്ന് വെച്ചാൽ ഈ വിമാനം ടേക്ക് ഓഫ് കഴിഞ്ഞ് എത്ര സമയം എയറിൽ ഉണ്ടായിരുന്നിരിക്കണം? ഇപ്പോൾ ഈ വിശ്വാസ് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു 30 സെക്കൻഡ് മാത്രമേ എയറിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ തന്നെ ഒരു വലിയ ശബ്ദം അദ്ദേഹം കേട്ടു എന്നാണ്. അപ്പോൾ എത്ര അകലമുണ്ട്? ഇപ്പോൾ അരവിന്ദ് ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ അക്കാര്യത്തിൽ വ്യക്തമായി പറയാൻ കഴിയുമല്ലോ. സെഫിൻ്റെ ഒരു 6 കിലോമീറ്ററിൻ്റെ ദൂരമാണ് വിമാനത്താവളവും ഈ അപകടം നടന്ന സ്ഥലവുമായി ഉള്ളത്. പക്ഷേ വിമാനം വരുന്ന പാതയും അതുപോലെ തന്നെ മറ്റ് പാതയും വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന റോഡിലൂടെയുള്ള ദൂരമാണ് ഞാൻ പറയുന്നത്, ഒരു 6 കിലോമീറ്റർ. പക്ഷേ വിമാനത്തിന് 1 മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മേഖലയിലേക്ക് എത്തുവാൻ സാധിക്കും. അപ്പോൾ വിശ്വാസ് പറയുന്നത് കറക്റ്റാണ്. വിമാനം പറന്നുയർന്ന് ഉടൻ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ് പറയുന്നത്. എന്തായാലും ആ ഒരു കാരണം റോഡ് മാർഗം ഇങ്ങോട്ടെത്താൻ വിമാനത്താവളത്തിൽ നിന്ന് 6 കിലോമീറ്ററോളമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് വിമാനത്തിനെത്താൻ ഇത്ര 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമേ സമയം എടുക്കൂ. അപ്പോൾ കൃത്യമായി വിശ്വാസ് പറയുന്നത് പോലെ 1 മിനിറ്റിനുള്ളിൽ തന്നെ വിമാനത്തിൽ അപകടം നടക്കുന്നു. പിന്നാലെ ഈ വിമാനം ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയും ഇതിന് പിന്നാലെ പൊട്ടിത്തെറി ഉണ്ടാകുകയുമായിരുന്നു. പൊട്ടിത്തെറിച്ച വിമാനത്തിന്റെ അടക്കമുള്ള ഭാഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ഇടിച്ചു കയറുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളും തന്നെയാണ് നമുക്ക് അഹമ്മദാബാദിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഈ ഹോസ്റ്റൽ മുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരുണ്ട്. അവരുടെ പ്ലേറ്റുകൾ പോലും, ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ പോലും അവിടെ ഇരിപ്പുണ്ട്. അവരുടെ കിടക്കകളും അതുപോലെ തന്നെ അവരുടെ സാധനങ്ങളും തുണികളും എല്ലാം ഇപ്പോൾ ഹോസ്റ്റൽ മുറിക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റിയിരിക്കുന്നത്. എത്ര പേർക്ക് അപകടം പറ്റിയതിൽ പോലും കൃത്യമായ ഒരു കണക്ക് ഇതുവരെ ലഭിച്ചില്ല. കാരണം 17ഓളം പേർ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുണ്ട്. അതുപോലെ തന്നെ നിരവധി മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രത്തോളം മരണം DNA പരിശോധന എല്ലാം നടത്തിയാൽ മാത്രമായിരിക്കും കൃത്യമായി ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ സാധിക്കും. വിമാനത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വിമാനത്തിലെ ആളുകളുടെ എണ്ണത്തിൽ നമുക്കൊരു കൃത്യതയുണ്ട്. 242 പേരായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. ഒരാൾ രക്ഷപ്പെടുന്നു. അപ്പോൾ 241 പേര് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹോസ്റ്റൽ കെട്ടിടത്തിൽ അന്നേരം എത്ര പേരുണ്ടായിരുന്നു എന്നതിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. എത്ര പേർ ആ സമയം ഉണ്ടായിരുന്നു, അതിൽ എത്ര പേർക്ക് ജീവപായം ഉണ്ടായിട്ടുണ്ട്, എത്ര പേർ മരിച്ചിട്ടുണ്ട്, എത്ര പേരുടെ നില ഗുരുതരമാണ്, അത്തരം കാര്യങ്ങളിലൊക്കെ ഈ BJ മെഡിക്കൽ കോളേജെങ്കിലും ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ടോ ഈ സമയം? കൃത്യമായ ഒരു സ്ഥിരീകരണം കോളേജിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ഇവിടെയുള്ള ചില മെഡിക്കൽ വിദ്യാർത്ഥികളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ലഭിച്ച വിവരം 4 വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 17ലധികം വിദ്യാർത്ഥികൾ ഇവിടുത്തെ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നാണ്. പക്ഷേ നിരവധി വിദ്യാർത്ഥികളെ കാണാതായെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കോളേജിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇതിലൊരു കൃത്യമായ വിശദീകരണം ലഭിക്കേണ്ടതാണ്. പക്ഷേ ആ വിശദീകരണം കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അവരും ഈ ആവശ്യമായ ഈ പരിക്കേറ്റവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും ഏർപ്പെടുത്തുന്ന തിരക്കിലാവും. പക്ഷേ ജനങ്ങൾ ആശങ്കയിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത പറഞ്ഞു. കാരണം നിരവധി കിടക്കകളും നിരവധി കട്ടിലുകളും പെട്ടികളുമാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഒരുപക്ഷെ 20ഓ 30ലോ അധികം വിദ്യാർത്ഥികൾ ആ സമയത്തുണ്ടാകും. കാരണം ഉച്ച സമയമായിരുന്നു, 1:30 കോളേജിൽ പോയ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാനായി മെസ്സിലേക്ക് തിരിച്ചു വന്നിരുന്നു. അവിടെ ക്ലാസ്സിന് പോകാത്ത വിദ്യാർത്ഥികളുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു, ഡോക്ടർമാരുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായ ഒരു കണക്ക് പുറത്തു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. വിമാനത്തിലുള്ള കണക്കുകൾ പുറത്തു വന്നെങ്കിലും ഈ ഹോസ്റ്റലിലടക്കം എത്ര പേരുണ്ടെന്നുള്ളത് അല്പസമയത്തിനകം മണിക്കൂറുകളിൽ പുറത്തു വരുമെന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ.